കലക്കിപ്പാരി അപ്പം എന്ന് കേട്ടിട്ടുണ്ടോ? അധികാരും കേൾക്കാൻ വഴിയില്ല. മലപ്പുറം പാലക്കാട് സൈഡിലുള്ളവർക്കൊക്കെ ഇതറിയാൻ വഴിയുണ്ടാവുള്ളൂ. ഇതാണ് നീർദോശ. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ കലക്കിപ്പാരി അപ്പം എന്നാണ് പറയുന്നത്. രാവിലെ എണീക്കുക, അരിപ്പൊടി കലക്കുക, പാനിലേക്ക് പാരുക, അതാണ് കലക്കിപ്പാരി അപ്പം എന്നുള്ള പേര് വന്നത്. ഇതാണ് നീർദോശ. ബാക്കി എല്ലാവരും ഇതിനെ നീർദോശ എന്നാണ് പറയുന്നത്, വളരെ മോഡേൺ വൽക്കരിച്ചിട്ട്. പക്ഷേ ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ കലക്കിപ്പാരിയപ്പം എന്നാണ് പറയുന്നത്. തലേദിവസം കുതിർത്തി വെച്ച ഒരു ഗ്ലാസ് പച്ചരി പിറ്റേ ദിവസം ആകുമ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അതിലേക്ക് ഒരു പിടി തേങ്ങയും ഇട്ട് നല്ലതുപോലെ അരച്ചെടുക്കണം. അതിലേക്ക് നല്ലപോലെ വെള്ളം ചേർത്ത് നല്ല ലൂസ് കൺസിസ്റ്റൻസി ആക്കി എടുക്കണം. അതിനുശേഷം നല്ല ചൂടായ ദോശക്കല്ലിലേക്കോ പാനിലേക്കോ കോരി ഒഴിച്ചാൽ അപ്പം റെഡിയായി. അധികം ശ്രദ്ധിക്കാനൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കോരി ഒഴിച്ചാൽ മാത്രം മതി. ഷേപ്പും ഒന്നും ശ്രദ്ധിക്കാനില്ല. നല്ല മയവും ഒക്കെയുള്ള നല്ല അടിപൊളി അപ്പമാണ് കേട്ടോ. ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റുമാണ്. അപ്പം ഞാനിത് കഴിച്ചിട്ടുണ്ടായിരുന്നത് പ്രോൺസ് മലായിയുടെ കൂടെയാണ്. അടിപൊളിയായിരുന്നു പ്രോൺസ് മലായി കറിയുടെ ഒപ്പം ഈ നീർദോശ. നോർമലായിട്ട് ഇതിൻ്റെ ഒപ്പം കഴിക്കുന്നത് ചട്നിയാണ്, നമ്മൾ ദോശയ്ക്ക് ഉണ്ടാക്കുന്ന ചട്നി. അതുപോലെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. തേങ്ങാപ്പാൽ, അതുപോലെ ചിക്കൻ കറി, ബീഫ് കറി, എന്തിൻ്റെ ഒപ്പം ഇത് അടിപൊളിയായിട്ട് പോവും. അപ്പോൾ നിങ്ങളൊക്കെ ഈ കലക്കിപ്പാരി ഒപ്പം ഉണ്ടാക്കാറുണ്ടോ? അപ്പോൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. ഇതുപോലെയുള്ള വെറൈറ്റി സംഭവങ്ങളുമായിട്ട് ഇനിയും ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.